മലപ്പുറം പാണ്ടിക്കാട് പ്രവാസി വ്യവസായി ഷമീറിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ മുൻ ബിസിനസ് പങ്കാളികൾ. ഗൾഫിൽ കോടതി വിധിയെ തുടർന്ന് തനിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ളവരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഷമീർ പറഞ്ഞു. ആ പ്രതികരണത്തിൽ ജൂലൈ 1, 2022 ഈ റീസണിൻ്റെ പുറത്താണ് അവനെ നമ്മൾ എന്ത് ചെയ്യണത്, ടെർമിനേറ്റ് ചെയ്ത് അന്നൊക്കെ അവൻ അവിടെ നിന്ന് കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ദേഷ്യം ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ട് 5-6 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ജോയിൻ ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഡിമാൻഡ് അതായിരുന്നു, ഒഴിവാക്കി കൊടുക്കണമെന്നില്ല. പിന്നെ ഇവർക്കൊരു എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മളെ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിലും പറഞ്ഞു. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, മുൻ ബിസിനസ് പങ്കാളികൾ മുൻ ജീവനക്കാരൻ നൽകിയ കൊട്ടേഷൻ അങ്ങനെയാണോ വായിച്ചെടുക്കേണ്ടത്? സുഹൈൽ, അങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് തട്ടിക്കണ്ടു പോയലിന് ഇരയാക്കപ്പെട്ട ഷമീർ വ്യക്തമാക്കുന്നത്. ഈ ഷമീറിന് വിദേശത്ത് ബിസിനസ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബിസിനസ് പങ്കാളിത്തമുള്ളവർ നഷ്ടപരിഹാരം ഷമീറിന് നൽകണമെന്ന് കോടതി വിധിയുമുണ്ട്. അങ്ങനെ കോടതി വിധി പ്രകാരം പണം നൽകാനുള്ള ആളുകളും ഒപ്പം തന്നെ ഷമീർ നേരത്തെ ജോലിയിൽ നിന്നും പുറത്താക്കിയ ഷംസീർ എന്നയാളും കൂടി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയാണ് തന്നെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ളതാണ് ഈ ഷമീർ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈരാഗ്യമാണ് ഈ കണ്ടുപോലൂടെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഷമീർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പ്രതികളുടെ ലക്ഷ്യം എന്നുള്ളത് തമിഴ്നാട്ടിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു ഷമീർ പറയുന്നത്. എന്നാൽ പോലീസിന്റെ ശക്തമായ അവസരോചിത ഇടപെടൽ മൂലമാണ് കൊല്ലത്ത് വെച്ച് തന്നെ പിടികൂടാൻ കഴിഞ്ഞത് എന്നും ഈ ഷമീർ വ്യക്തമാക്കുന്നു. ആദ്യം ചാവക്കാടിലേക്കും പിന്നീട് അവിടെ നിന്ന് കൊല്ലത്തേക്കും അതും തമിഴ്നാട്ടിലേക്കുമായിരുന്നു പ്രതികൾ ലക്ഷ്യം വെച്ചത് എന്നും ഷമീർ വ്യക്തമാക്കുന്നു. എന്നാൽ കൊല്ലത്ത് വെച്ചാണ് ഈ മലപ്പുറം പോലീസിന്റെ ഒരു ഇടപെടലിൽ പ്രതികൾ വലയിലാകുന്നത്. 5 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിദേശത്ത് നിന്നെത്തിയ സമയത്താണ് ഷമീറിനെ വീടിന് സമീപം വെച്ച് പ്രതികൾ വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഈ ഷമീർ പറയുന്നത്. സുഹൈൽ, മുൻ ബിസിനസ് പങ്കാളികളുമായുള്ള സാമ്പത്തിക തർക്കം, ആ മുൻ ബിസിനസ് പങ്കാളികൾ കൊട്ടേഷൻ കൊടുത്തത് ഷമീർ തന്നെ നേരത്തെ പുറത്താക്കിയ ഒരു ജീവനക്കാരൻ. അങ്ങനെയാണ് ഇപ്പോൾ കേസിൽ അനുമാനം എത്തിയിരിക്കുന്നത്.